വാദം ലളിതമായി പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഏത് ചിഹ്നവും ഗവർണർക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടരണം, അതായത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആഗ്രഹങ്ങളോ ഇഷ്ടത്തിന്റെയോ ഭാഗമായി അത് ഔദ്യോഗിക ചടങ്ങുകളിൽ അത് ഉപയോഗിക്കുന്നതിലോ അത് കൊണ്ടുവരുന്നതിലോ ഒരു തെറ്റുമാർക്കും പറയാൻ പറ്റില്ല. അതാണോ താങ്കളുടെ വാദം? അതാണോ താങ്കളുടെ വാദം? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെ വാദം. അതായത് അവിടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടക്കുന്നില്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രോട്ടോകോൾ വയലേഷൻ നടക്കുന്നില്ല എങ്കിൽ അത് അവിടെ വെക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം രാജ്ഭവനിലെ ഈ പറഞ്ഞ പോലെ ആർട്ട് വർക്ക്സ്, അവരുടെ ഗസ്റ്റ് പ്രോട്ടോകോൾ, ഫർണിഷിംഗ്സ് ഒക്കെ തീരുമാനിക്കാൻ, അതായത് കാറൽ മാർക്സിന്റെ ചിത്രമോ ചെങ്കടിയോ ഏന്തി നിൽക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഗവർണർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹവും അത് പാലിക്കാം. അതിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതെന്താ നിരോധിക്കപ്പെട്ട ചിത്രമാണോ കാറൽ മാർക്സിന്റേത്? അല്ല, കാറൽ മാർക്സ് നമ്മൾ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ചിത്രമാണോ? എന്താണ് ഈ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നത്? കാറൽ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് ആണോ? കാറൽ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് ആണോ? കാറൽ മാർക്സ്, അതെ, നാഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭാരത് മാതയുടെ ഒരു സിംഗിൾ കോൺസെപ്റ്റ് അതല്ലല്ലോ, കാവിക്കൊടി പിടിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് അല്ലല്ലോ ഭാരത് മാത. ഞാൻ ചോദിക്കുന്നത്, ഭാരത് മാത നാളെ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനോട് ഗവർണർ ഈ ഒരു ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാൽ ഗവർണർ അതിന്റെ ഭാഗമായി നിൽക്കണം അല്ലെ? അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ മറ്റ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭാരത് മാതയെ നിന്ദിക്കുന്നതിന് സമമാകും. അല്ല, അതെന്താ അറിയോ ഇവിടുത്തെ പ്രശ്നം? ഒന്ന്, ഈ കാവ്യയുടെ ഇമ്പോർട്ടൻസ് ഇവിടെ ചിരിക്കുന്നത് കേട്ടോ ഏതോ ഒരാൾ, ആരാന്ന് എനിക്കറിയില്ല, വക്കീലാന്ന് തോന്നുന്നുണ്ട്. ഈ കാവ്യയുടെ ഇമ്പോർട്ടൻസ് എന്താ അറിയില്ല, ഭാരത് മാത എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫണ്ടമെന്റൽ. ഇവിടുത്തെ പ്രശ്നം അതല്ല, RSSന്റെ വേദികളിൽ മാത്രം കാണുന്ന. മിഥുൻ, ഒറ്റ സെക്കൻഡ്, ഞാൻ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ അതായത് നമ്മൾ രണ്ടുപേര് പറഞ്ഞാലും അത് കാണുന്ന പ്രേക്ഷകർക്ക് ക്ലിയർ ആവണം. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്കുള്ള സമയം ഞാൻ തരാം. ഒറ്റ കാര്യം, അതായത് RSS വേദികളിൽ മാത്രം കാണുന്ന ഒരു ബിംബത്തെ ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ കൊണ്ടുവരികയും അതിൽ മന്ത്രിമാർ ഭാഗമാകണം എന്ന് പറയുന്നതിൻ്റെയും യുക്തിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ ഇനി താങ്കൾക്ക് പറയാം, RSS വേദികളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ വരുമ്പോൾ അവിടെ മന്ത്രിമാർ വന്ന് അവിടെ നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ ഔചിത്യമാണ് ഞാൻ ചോദിച്ചത്. ഇത് RSSന്റെ ഒഫീഷ്യൽ ഐഡന്റിറ്റി ഉള്ള ചിത്രമാണോ, അല്ലെങ്കിൽ RSS ഇതിന്റെ ഒഫീഷ്യാലിറ്റി RSSന്റെ കയ്യിലാണോ? ഇത് RSSന്റെ ചിത്രമാണെന്ന് RSS എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? RSS വേദികളിൽ കണ്ടു വരുന്ന പല ചിത്രങ്ങളും ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഭാരത് മാത എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞത്. ഭാരത് മാത എന്ന കോൺസെപ്റ്റ് ഓരോരുത്തർക്കും, ഓരോ ഇന്ത്യക്കാരനും അവനവന്റെ രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള അധികാരം ഈ രാജ്യത്തുണ്ട്. അതുപോലല്ല കാൾ മാർക്സ്. കാൾ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് അല്ല. ഭാരത് മാത എന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം ഭാരത് മാത, അതായത് ഇന്ത്യയെ മദർലാൻഡായി കാണുന്ന ഓരോ വ്യക്തിക്കും ഭാരത് മാത എന്ന കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി കാവ്യയുടെ റെലവൻസ് ആണ് അവിടെ പ്രശ്നമെങ്കിൽ, കാവ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിനെ കാണിക്കുന്ന ഒരു കളറാണ്. അത് എല്ലാ കാലത്തും, അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഭാരത് മാത എന്ന സങ്കല്പം ഉണ്ടാവുകയും അത് ബ്രിട്ടീഷ് രാജിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതിരോധത്തിന്റെ ചിഹ്നമായി ഉയർത്തപ്പെടുകയും ചെയ്തപ്പോൾ ഭാരതമാതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കാവിക്കൊടി ആയിരുന്നില്ല. കാവിക്കൊടി പിടിച്ചൊരു ഭാരതമാതാവ് എന്ന ചിത്രത്തിലോ സങ്കല്പത്തിലോ അത് വരുന്നത് RSSന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. അതിനു മുൻപ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഭാരതാംബ ചിത്രത്തിലോ സങ്കല്പത്തിലോ കാവിക്കൊടി പിടിച്ചൊരു ഭാരതാംബ ഇല്ല. ത്രിവർണ്ണ പതാക പിടിച്ച ഭാരതാംബയായിരുന്നു. അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ആ ചിത്രമാണോ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഗവർണറുടെ രാജ്ഭവനിൽ നമ്മൾ കണ്ട ചിത്രം? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഓക്കെ, എങ്കിൽ ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിക്കാം. ഈ എന്താ പറയാ, ഈ ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയാണ് നമ്മുടെ ആക്സെപ്റ്റഡ് ഫോം ഓഫ് ഭാരതാംബ എങ്കിൽ, അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബ ആദ്യമായിട്ട് കോൺസെപ്റ്റലൈസ് ചെയ്യുന്ന അദ്ദേഹമാണല്ലോ. ആ ഭാരതാംബ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത ഭാരതാംബയാണോ? അത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. അതിൽ ധരിച്ചിരിക്കുന്നത്, ഭാരതാംബ ധരിച്ചിരിക്കുന്നത് ഒരു കാവ്യ വസ്ത്രമാണ്. അത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണോ? അത് അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച്, അതായത് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഭാരതാംബയുടെ കോൺസെപ്റ്റ് ആണ്. അത് എവിടെയെങ്കിലും വെക്കാൻ പറ്റും നമുക്ക്? അത് വെക്കാൻ പറ്റുമെങ്കിൽ ഇതും വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ താങ്കൾ പറയൂ, ഈ ഭാരതാംബ എന്ന ചിത്രങ്ങൾക്ക് ഏതിനൊക്കെ ബാൻ ഉണ്ട്, ഏതൊക്കെയാണ് ആക്സെപ്റ്റഡ്? അത് താങ്കൾ പറയുകയാണെങ്കിൽ നമുക്കത് പുറത്തേക്ക് വിടാം. അതായത് ഇതൊക്കെയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഭാരതാംബ പോർട്രേറ്റ്സ്, ഇത് അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള ഭാരതാംബ പോർട്രേറ്റ്സ് ആണെന്നുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയാ, ഈ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഡിസൈറബിലിറ്റി ഫാക്ടറാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ലോ എന്ന് പറഞ്ഞത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഡിസൈറബിലിറ്റി എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആണ്.
അതൊരു വക്കീലിന്റെ ഭാഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ശബരിമല വിഷയത്തിൽ അവിടെ എന്തുകൊണ്ട് ഡിസൈറബിലിറ്റി ഫാക്ടർ നോക്കിയില്ല? അവിടെ നിയമമല്ലേ നടപ്പിലാക്കിയത്? അപ്പൊ നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ നിയമത്തെക്കുറിച്ച് പറയുക. അദ്ദേഹം പറയട്ടെ ഇവിടെ ഏത് നിയമമാണ് ലംഘിക്കപ്പെട്ടത്, അല്ലാതെ ഡിസൈറബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ചില സബ്ജക്റ്റീവ് ആയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ ടോട്ടലി തിരിച്ചുവിട്ട് ഇതൊരു എന്താ പറയുക ഒരു മതത്തിന്റെ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു തർക്കത്തിലേക്ക് പോകരുത്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം തകരുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഡിസ്കസ് ചെയ്യാതെ വിദ്യാഭ്യാസ മന്ത്രി പോയി പറഞ്ഞത് ഈ പറഞ്ഞ ഭാരതാംബ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ കാവിക്കൊടി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിലെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ഡിസ്കസ് ചെയ്യൂ. അതെ, അങ്ങനെയല്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കൃത്യമായി അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ഹിന്ദുത്വ ആശയങ്ങളെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഇന്ത്യയുടെ തനത് ഭാഷകൾ മതി, ഇംഗ്ലീഷ് വേണ്ട എന്ന് പറയുന്ന ഒരു മന്ത്രി ഇന്ത്യയിൽ ഈ പറയുന്ന ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെട്ട ചിഹ്നങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം, അതിന്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങൾ, അതിനെയൊക്കെ രാഷ്ട്രീയമായി ചെറുത്ത് നിൽക്കാൻ പുതുതലമുറയിൽപ്പെട്ട പുരോഗമനവാദികളായ വിദ്യാർത്ഥികൾക്ക് അതിനാണ് വിദ്യാഭ്യാസം നൽകുന്നത്. അതുകൊണ്ടാണ് ഭരണഘടന അംഗീകരിക്കാത്ത, ഭരണഘടന വിഭാവനം ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്ര സങ്കല്പത്തെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി പാഠപുസ്തകങ്ങളിൽ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ പോകുന്നത് എന്താണ് ഗവർണറുടെ ഉത്തരവാദിത്വം, അദ്ദേഹത്തിന്റെ ചുമതലകളും കടമകളും എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഒരു സെക്യുലർ സ്റ്റേറ്റിൽ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്, ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ ഇത്രയും റെഫറൻസസ് എടുത്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ യുദ്ധകാഹളം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ബോലോ ബജറംഗ് ബലി കി ജയ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദുർഗാ മാതാ കി ജയ് എന്ന് പറയുന്നുണ്ട്, ഹർ ഹർ മഹാദേവ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു എന്താ പറയുക ഒരു റിലീജിയസ് അജണ്ട പുഷ് ചെയ്യാണോ? ആണോ ഗോപികൃഷ്ണൻ? ആണോ എന്ന് താങ്കൾ പറയൂ. ഇനി താങ്കൾക്ക് ഈ കൊടിയാണ് ഈ പ്രശ്നമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ഭാരതാംബ ചിത്രമാണ് പ്രശ്നമെങ്കിൽ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രം ആക്സെപ്റ്റഡ് ആണോ അല്ലയോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കൾ ഒന്ന് ഉത്തരം തരികയാണെങ്കിൽ ഞാൻ താങ്കൾ പറഞ്ഞ ഏത് വാദവും സ്വീകരിക്കാം. അദ്ദേഹത്തിന് നിലപാടുണ്ടെന്ന് ഞാൻ സ്വീകരിക്കാം. അല്ല, ഈ വാർക്രൈയുടെ കാര്യത്തിൽ ഐ ആം ക്വൈറ്റ് ഷുവർ അത് ഏതെങ്കിലും ഒരു റിലീജിയസ് ഇത് പുഷ് ചെയ്യാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. രണ്ടാമത്തെ കാര്യം, അഭിനീന്ദ്രൻ വരച്ച ചിത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഭാരതാംബയെ കുറിച്ച്, താങ്കൾക്കറിയാമോ? രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നവും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട ഭാരതാംബ എന്ന ഇമേജിനെയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഒരു സെക്യുലാർ സ്റ്റേറ്റിനകത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഭാരതാംബയ്ക്ക് പകരം RSSന്റെ വേദികളിൽ കാണുന്ന, RSSന്റെ ആശയ പ്രചാരണവുമായി ചേർന്ന് നിൽക്കുന്ന, RSSന്റെ ഹിന്ദു രാഷ്ട്ര സങ്കല്പവുമായി ഒത്തുചേർന്ന് നിൽക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ബിംബത്തെ രാജ്ഭവനിൽ കൊണ്ടുവരുമ്പോൾ ആ ബിംബത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സെക്യുലർ സ്റ്റേറ്റിനകത്ത് ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികൾ അതിന്റെ ഭാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, കാരണം ഈ ഭാരതാംബ സങ്കല്പമല്ല ഞങ്ങളുടേത് ത്രിവർണ്ണ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയാണ് ദേശീയ സങ്കല്പമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ മന്ത്രി ഇറങ്ങിപ്പോരുന്നത് എന്ത് പ്രോട്ടോകോൾ ലംഘനം! അതിന് തൊട്ട് മുൻപ് പ്രീ പ്രസാദിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് മാറ്റാം എന്ന് പറഞ്ഞു, കാര്യപരിപാടിയിൽ മാറ്റം വരുത്തി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് കൃഷി മന്ത്രി ആ പരിപാടി മാറ്റിവെക്കാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇനിയെങ്കിലും തിരുത്തിയേക്കും എന്ന് കരുതിയാണ് ഞാൻ പോയത്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല, എൻ്റെ രാഷ്ട്രീയ ബോധ്യം അതിന് അനുവദിക്കുന്നില്ല, എൻ്റെ ഭരണഘടനയെക്കുറിച്ചുള്ള അറിവ് അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോന്നു. ഇതല്ലേ സംഭവിച്ചത്? ഇതല്ലേ മിഥുൻ സംഭവിച്ചത്? ഇവിടെ കാവി എന്നത് ഇന്ത്യയുടെ സിവിലൈസേഷണൽ കളറാണ്, അല്ലാതെ ഏതൊരു ഓർഗനൈസേഷണൽ കളർ അല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം മനസ്സിലാക്കണം. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ പറയുന്ന കളർ അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്രം ഒരു പ്രോട്ടോകോൾ അവിടെ ലംഘിക്കുന്നില്ല, ഒരു നിയമവും ലംഘിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ്. അതും അദ്ദേഹത്തിന് മനസ്സിലാവാത്ത കാര്യമാണ്. ഭാരതമാതാവിന്റെ കയ്യിലുള്ള കാവിക്കൊടി അത് സിഗ്നിഫൈ ചെയ്യുന്നത് പ്യൂരിറ്റി, സാക്രിഫൈസ്, കറേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും RSSന്റെ ചിഹ്നമായിട്ട് അതിനെ കാണരുത്. അത് കാണുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്, അല്ലാതെ ഭാരതാംബയുടെ ആ പോർട്രേറ്റ് അല്ല അവിടെ പ്രശ്നം. അത് സിംബോളിക് ആണ്, ഓർഗനൈസേഷനിൽ അല്ല എന്ന തിരിച്ചറിവ് ആ വ്യക്തിക്ക് വേണം. അതില്ലാതെ പോയതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അബനീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾക്ക് അതിൽ നിന്നൊക്കെ വഴിതിരിച്ചു പോകണം. കാരണം ആ പെയിന്റിങ്ങിലും ഭാരതമാതാവ് ധരിച്ചിരിക്കുന്നത് കാവിയാണ്. അപ്പൊ ആ കാവി ആക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കാവി എന്നതിന് അത് ആക്സെപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഞാൻ അതാ പറഞ്ഞത്. അങ്ങനെ
പലരും പല ചിത്രകാരന്മാർ പലരുടെയും സങ്കല്പത്തിൽ, അതാ ഞാൻ ചോദിച്ചത്, രാജാരവിവർമ്മയുടെ ചിത്രമുണ്ട്. നമ്മളെന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ ഒരു വഴിതിരിച്ചു പോലും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഭാരതാംബയുടെ ചിത്രം ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ചിത്രം കാവിക്കൊടിയുള്ള ചിത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ക്ലാരിറ്റി കുറവില്ല. കാവിക്കൊടി പിടിച്ച ചിത്രമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് RSSന്റെ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ചിത്രമാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല. എനിക്ക് ഒന്നും ഒളിച്ചു പോകേണ്ട കാര്യവുമില്ല. അപ്പോൾ ആ ആശയധാരയെ ഇറക്കുമതി ചെയ്യാനാണോ രാജ്ഭവനിൽ ഗവർണർ ഈ ചിത്രം വച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് ഭരണഘടനയ്ക്ക് അപ്പുറത്തൊരു രാഷ്ട്ര സങ്കല്പത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാട് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഗവർണറുടെ RSS അജണ്ട പുഷ് ചെയ്യുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കൂ, ഭാരതാംബ എന്ന് പറയുന്ന നാഷണൽ സിംബൽ അത് പലരും പല രീതിയിലാണ് അതിനെ വരയ്ക്കുന്നത്. അത് അവരുടെ കുഴപ്പമാണെന്നാണോ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ആക്സെപ്റ്റഡ് ഫോം ഇല്ല എന്ന് ഇത്രയും നേരം ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സമ്മതിച്ചല്ലോ, ആക്സെപ്റ്റഡ് ഫോം ഇല്ല എന്ന് പറഞ്ഞ് RSSന്റെ വേദിയിൽ വെക്കുന്നത് കൊണ്ട് വെക്കുമ്പോൾ അതിനോട് യോജിക്കില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്.